ഒരിക്കൽ യേശു ഒലിവ് മലയിൽ നിന്നും താഴേക്ക് ഇറങ്ങി വരുന്നത് ശിഷ്യന്മാർ കണ്ടപ്പോൾ അവർ ഉച്ചത്തിൽ കർത്താവിന്റെ നാമത്തെ പുകഴ്ത്തുവാൻ തുടങ്ങി. അവൻ മുഖേനയായി അന്ന് അവരുടെ ഇടയിൽ നടക്കുന്ന അത്ഭുത പ്രവൃത്തികളെയും വീര്യപ്രവൃത്തികളെയും കുറിച്ച് അവർ പുകഴ്ത്തി ദൈവത്തിന് മഹത്വം കൊടുത്തു. കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ വാഴ്ത്തപ്പെട്ടവനെന്ന് അവർ അത്യുച്ചത്തിൽ ഘോഷിക്കുകയുണ്ടായി. പരീശന്മാർ അത് കേട്ടപ്പോൾ കർത്താവിന്റെ അടുത്ത് വന്ന് പറഞ്ഞു, ഗുരു, ഇവരെ നീ വിലക്കണം. ഇവരെ ഇങ്ങനെ കർത്താവിന്റെ നാമത്തിൽ വരുന്നവനെന്ന് പറയുവാനും പുകഴ്ത്തുവാനും അവരെ അനുവദിക്കരുത് എന്നവരെ താക്കീത് ചെയ്ത് സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞു. യേശു അവർക്ക് കൊടുത്തതായ മറുപടി ലൂക്കോസിന്റെ സുവിശേഷം 19-ാം അധ്യായത്തിന്റെ 40-ാം വാക്യത്തിൽ കർത്താവ് പറയുകയാണ്, ഇവർ മൗനമായിരുന്നാൽ നോക്കൂ, നിങ്ങളുടെ ചുറ്റും കാണുന്നതായ കല്ലുകൾ ആർത്തു ഘോഷിക്കും. പ്രൈസ് ദി ലോർഡ്. മനോഹരമായ ഈ പ്രഭാതയാമത്തിൽ കർത്താവ് നമുക്ക് തിരുവചനത്തെ ധ്യാനിപ്പാൻ ഒരു പ്രഭാതം കൂടെ ദാനമായി തന്നതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം നമ്മെ ജീവനുള്ളവരുടെ ദേശത്ത് വച്ചിരിക്കുന്നത് ദൈവത്തിന്റെ നാമത്തെ കണ്ട് പുകഴ്ത്തുവാനാണ്, മൗനമായിരിക്കുവാനല്ല, ഘോഷിപ്പാനാണ്. കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവരെന്ന് നാം പറയുമ്പോഴാണ് ആ വാഴ്ത്ത അനുഗ്രഹം നമ്മുടെ ജീവിതത്തിലേക്കും നമ്മുടെ കുടുംബത്തിലേക്കും വരുന്നു. അങ്ങനെ സംസാരിക്കുവാൻ ദൈവം നമുക്കൊരു നാവിനെ തന്നു, ചിന്തിക്കുവാൻ നമുക്ക് മനസ്സിനെ തന്നു. നാം വിവേചനമുള്ളവരായി വിവേകമുള്ളവരായി ദൈവം മൃഗങ്ങളെക്കാൾ വ്യത്യസ്തരായി ദൈവം നമ്മെ മാറ്റി. നോക്കൂ, പക്ഷി മൃഗാദികളും അല്ലെങ്കിൽ വൃക്ഷങ്ങളും മൃഗങ്ങളും അവരൊന്നും സംസാരിക്കുന്നില്ല. പക്ഷെങ്കിൽ മനുഷ്യനായ നിന്നെ ദൈവം സംസാരശേഷിയുള്ളവനാക്കി. എന്തിനാണെന്ന് അറിയാമോ? ദൈവത്തിന്റെ നാമത്തെ പുകഴ്ത്തുവാൻ നിന്നെ കൊണ്ട് സാധിക്കണം. കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവനെന്ന് നിന്റെ നാവ് കൊണ്ട് ഉച്ചരിക്കുവാൻ നിനക്ക് സാധിക്കണം. അങ്ങനെ നീ മൗനമായിരിക്കുന്നുവെങ്കിൽ നിനക്ക് ചുറ്റുമുള്ളതായ കല്ലുകൾക്ക് ദൈവം ജീവൻ കൊടുക്കും. നോക്കൂ, കല്ലുകൾ സ്വതവേ അവർ ജീവനില്ലാത്തവരാണ്, അവർക്ക് സംസാരശേഷിയില്ല. 19-ാം സങ്കീർത്തനത്തിലേക്ക് നമുക്കൊന്ന് വരാം. ആ 19-ാം സങ്കീർത്തനത്തിൽ അതിന്റെ 3-ാം വാക്യത്തിൽ വായിക്കുന്നു, ഭാഷണമില്ല, വാക്കുകളില്ല, ശബ്ദം കേൾപ്പാനുമില്ല, എങ്കിലും ആകാശം ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു, ആകാശവിധാനം അവന്റെ കൈവേലയെ വിവരിക്കുന്നു. എങ്ങനെയാണ്? നോക്കൂ, പിന്നീട് ഈ തലമുറയിൽ വരുവാനിരിക്കുന്നതായ ഒരു ഇന്റർനെറ്റ് സിസ്റ്റത്തെ കുറിച്ച് ഭാഷണമില്ല, വാക്കുകളില്ല, ശബ്ദമില്ല, ഒന്നുമില്ല. നോക്കൂ, ദൈവത്തിന്റെ വചനം അനേക മീഡിയകളിൽ കൂടെ ദൈവം ഏറ്റെടുത്തുകൊണ്ട് കർത്താവിന്റെ നാമ മഹത്വത്തിനു വേണ്ടി ഉപയോഗിക്കാൻ പോകുന്നെന്നുള്ളതായ ഒരു പ്രവചനം കർത്താവ് മുൻപിട്ട് വരികയാണ്. കല്ലുകൾ ആർക്കുമെന്നുള്ളതായ വിഷയം എടുത്തുകൊണ്ട് നമ്മൾ ധാരാളം ജാതികളുടെ രക്ഷയെക്കുറിച്ചും കർത്താവിനെ അല്ലെങ്കിൽ സംസാര വചനത്തിന്റെ അല്ലെങ്കിൽ ആ വചനത്തിന്റെ വെളിപ്പാടില്ലാത്തവർക്കൊക്കെ ദൈവത്തിന്റെ നാമത്തിലേക്ക് കടന്നു വരുവാനുള്ള അവസരം ദൈവം കൊടുക്കുന്നു, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉണ്ടാക്കുമെന്നൊക്കെ നമ്മൾ ധാരാളം ട്രാൻസ്ലേഷൻസ് അല്ലെങ്കിൽ തർജ്ജമകളിൽ കൂടെ നമ്മൾ ദൈവവചനത്തെ നാം ഉപയോഗിക്കാറുണ്ട്. അതൊക്കെ ശരി, അതൊന്നും തെറ്റല്ല. എങ്കിലും അതിനങ്ങേപ്പുറത്ത് വേറൊരർത്ഥം, നിങ്ങൾ മൗനമായിരുന്നാൽ ഈ കല്ലുകൾ ആർക്കും. കല്ലുകളെ ദൈവം സംസാരശേഷിയുള്ളതാക്കി തീർക്കുന്നു. നോക്കൂ, 19-ാം സങ്കീർത്തനത്തിൽ ദൈവം കർത്താവ് ആത്മാവിൽ കൂടെ ദാവീദിൽ കൂടെ സംസാരിക്കുന്നത് നോക്കൂ. പകൽ പകലിന് വാക്കുപൊഴിക്കുന്നു, രാത്രി രാത്രിക്ക് അറിവ് കൊടുക്കുന്നു. ഭാഷണമില്ല, വാക്കുകളില്ല, ശബ്ദം കേൾപ്പാനില്ല. അതിന്റെ ആദ്യത്തിൽ ആകാശം ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു, ആകാശവിധാനം അവന്റെ കൈവേലയെ പ്രസിദ്ധമാക്കും. ഇത് എവിടം വരെ ചെല്ലുന്നുണ്ടെന്നറിയാം? ഈ വൈഫൈ സിസ്റ്റം എവിടം വരെ ചെല്ലുന്നു? നമ്മളൊന്ന് ചിന്തിച്ചു നോക്കൂ. ഭൂമിയിൽ എല്ലായിടവും അതിന്റെ അളവ് നൂലും ഭൂതലത്തിന്റെ അറ്റത്തോളം അതിന്റെ വചനങ്ങളും ചെല്ലുന്നു. അവിടെ അവൻ സൂര്യനൊരു കൂടാരമടിച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഭൂമിയുടെ എല്ലാ കോണുകളിലും അതിന്റെ അളവ് ചരടുകൾ പിടിച്ചുകൊണ്ട് ദൈവം മനുഷ്യന്റെ ബുദ്ധിയെ വികസിപ്പിച്ചുകൊണ്ട് മീഡിയകളെ, ശിഷ്ടങ്ങളെ, കണ്ടുപിടുത്തങ്ങളെ, ശാസ്ത്രങ്ങളെ, കർത്താവിന്റെ അത്ഭുത പ്രവൃത്തികളെ ഘോഷിക്കുവാൻ വേണ്ടി ദൈവം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കാലം. എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു? നമുക്കാർക്കും ദൈവത്തിന്റെ നാമത്തെ ഘോഷിക്കുവാൻ കഴിവില്ലാതായിപ്പോയി. നമ്മൾ സ്റ്റോപ്പ് ചെയ്യുക, നമ്മൾ അവിടെയും സ്റ്റോപ്പ് ചെയ്യുക, മീഡിയയെ സ്റ്റോപ്പ് ചെയ്യരുന്നു. അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുത്. നമുക്കറിയാവുന്ന ഒരു ഭാഷമേ ഉള്ളൂ, പരീശന്മാരുടെ ഭാഷയെ അറിയത്തുള്ളൂ. പ്ലീസ് സ്റ്റോപ്പ് ഇറ്റ്.
യെസ്, നാം കാണുന്നിടത്തൊക്കെയും നാം അശുദ്ധികൾ നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്നു. യൂട്യൂബിൽ കൂടെ അശുദ്ധി കാണുന്നു, ഇന്റർനെറ്റിൽ കൂടെ അശുദ്ധി കാണുന്നു. പക്ഷെങ്കിൽ അതിന് അങ്ങേപ്പുറത്ത് നമ്മുടെ കണ്ണുകൾ അശുദ്ധിയെ തേടുന്നുണ്ടെങ്കിൽ ദൈവത്തിന്റെ കണ്ണുകൾ നീതിക്ക് വേണ്ടി നീതിമാന്മാരെ തേടി പോകുന്നു, ആത്മാക്കൾക്ക് വേണ്ടി പോകുന്നു. ഭൂമിയുടെ അറ്റത്തോളം അവിടെ ഇവിടെ ആയിരിക്കുന്നതായ രക്ഷയ്ക്കായി നിയമിച്ചവരെ വിളിച്ചു കൊണ്ടുവരുവാൻ ദൈവം കല്ലുകളെ നിയോഗിക്കുന്നു, കല്ലുകളുടെ ശബ്ദം നിയോഗിക്കുന്നു, കല്ലുകളുടെ നീക്കം ഉപയോഗിക്കുന്നു. ദൈവത്തിന്റെ ധനം, ജ്ഞാനം, അറിവ് എന്നിവയുടെ ആഴമേ. പ്രിയപ്പെട്ട ദൈവത്തിന്റെ മക്കളെ, ദൈവം മനുഷ്യന്റെ ബുദ്ധിയെ കടമെടുത്തും കൊണ്ട്, അവന് പ്രാപ്തി കൊടുത്തും കൊണ്ട് അനേക രീതിയിൽ പുരോഗമനത്തിലേക്ക് ദൈവം കൊണ്ടുവരികയാണ്. നോക്കൂ, ഒരു കാലത്ത് നാം സുവിശേഷം പ്രഖ്യാപിച്ചു കൊണ്ടിരുന്ന കാലത്ത് മൈക്ക് സിസ്റ്റം ഇല്ല. എന്താണ് സംഭവിക്കുന്നത് അറിയാം? ഒരാൾ പറയുന്നത് കുറെ അകലെ നിന്ന് ഒരു 30 അടി ദൂരത്തിൽ നിന്ന് വേറൊരാൾ ഏറ്റുപറയും. പല കൺവെൻഷനുകളിലും അങ്ങനെയാണ് സംഭവിച്ചത്. ഏറ്റുപറഞ്ഞ് 4-5 പേരെങ്കിലും നിർത്തുകയാണ്. ഏതോ ഒരറ്റത്തൊരാൾ വിളിച്ചു പറയുന്നു, വേറൊരാൾ ഏറ്റുപറയുന്നു. അങ്ങനെ ആ പുരുഷാരത്തിന് അങ്ങേയറ്റത്ത് ചെല്ലുമ്പോഴേക്കും ഏതാണ്ട് ഒരു 8-10 പേര് ആ പറഞ്ഞതിനെ ഏറ്റു പറയുകയാണ്. കാരണം ഉച്ചഭാഷിണിയില്ല. എന്നാൽ പിൽക്കാലത്ത് മനുഷ്യന്റെ ബുദ്ധി വർദ്ധിച്ചു, ഉച്ചഭാഷിണികൾ കണ്ടുപിടിച്ചു. ഇന്ന് നമ്മൾ നിമിഷ നേരത്തിനുള്ളിൽ നാം ഇരിക്കുന്ന പന്തലുകളുടെയും ഒരിക്കലും ആ ദേശത്തിലൊക്കെയും നമ്മുടെ വാക്കുകൾ എത്തിക്കുവാൻ നാം ഉച്ചഭാഷിണിയെ ഉപയോഗിക്കുന്നു. നോക്കൂ, അതുപോലെയാണ് ഓരോ കണ്ടുപിടുത്തങ്ങളും ദൈവം കൊണ്ടുവന്നത്. അതെല്ലാം സുവിശേഷത്തിന് വേണ്ടി കർത്താവ് ഉപയോഗിക്കുകയാണ്. ഇന്ന് നമുക്ക് ചുറ്റും കാണുന്നതായ അനേക കണ്ടുപിടുത്തങ്ങളും ശാസ്ത്രങ്ങളും നമ്മുടെ ദൃഷ്ടിയിൽ മോശമായി തോന്നുന്നു. നമ്മൾ പറയുന്നതൊക്കെയും അതിനെ സ്റ്റോപ്പ് ചെയ്യണമെന്ന് പറയുന്നു. പക്ഷെങ്കിൽ ദൈവമോ അതിന്റെ നല്ല ഭാഗങ്ങളെ ഉപയോഗിക്കുന്നു. അതിന്റെ നല്ല ഭാഗങ്ങളെ കർത്താവ് സ്വീകരിക്കുന്നു. അതിന്റെ നല്ല ഭാഗങ്ങളെ ഭക്തന്മാരുടെ കയ്യിൽ കൊടുത്തുകൊണ്ട് സുവിശേഷം ലോകത്തിന്റെ ഇതര ഭാഗങ്ങളിൽ അത് എത്തിക്കുവാൻ വേണ്ടി ആകാശത്തിന്റെ ചുറ്റും അല്ലെങ്കിൽ ഭൂമിയുടെ അതിരുകളിൽ അളവ് നൂല് പിടിച്ചുകൊണ്ട് അവിടെയൊക്കെയും എത്തിക്കുവാൻ ദൈവം അനേക കല്ലുകളെ ദൈവം നിയമിച്ചാക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഇന്റർനെറ്റ് സിസ്റ്റത്തെ വാഴ്ത്തിപ്പുകഴ്ത്തുകയല്ല, എന്നാൽ അവിടെയും ദൈവം അതിന്റെ ഉപയോഗ പ്രസക്തിയെ ദൈവം കാണുന്നു. അതിന്റെ ആ ഉപയോഗത്തിന്റെ ശ്രേഷ്ഠതയെ ദൈവം കാണുന്നു. കർത്താവിന് വേണ്ടി ചിലതിനെ അത് കർത്താവ് തിരഞ്ഞെടുക്കുന്നു. മനുഷ്യരിലും നല്ലതിനെ ദൈവം തിരഞ്ഞെടുക്കുന്നു, തീയതിനെ കർത്താവ് വിട്ടുകളയുന്നു. പ്രിയപ്പെട്ട ദൈവത്തിന്റെ മക്കളെ, ദൈവം നമുക്ക് ഭാഷണം തന്നു, ശബ്ദം ഗ്രഹിക്കാനുള്ള കഴിവുകൾ തന്നു, നമുക്ക് നാവുകൾ തന്നു, ഉച്ചരിപ്പാനുള്ള ബലം തന്നു, ജീവനുള്ളവരുടെ ദേശത്ത് നമ്മെ അവശേഷിപ്പിച്ചു. എന്തിനു വേണ്ടിയെന്നറിയാമോ? കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവനെന്ന് നമ്മൾ പുകഴ്ത്തി പാടുമ്പോൾ ആ വാഴ്ത്തലിന്റെ ശബ്ദം നമ്മുടെ ഭവനത്തിൽ അനുഗ്രഹവുമായി കടന്നു വരികയാണ്, നമ്മുടെ ദേശത്ത് അനുഗ്രഹവുമായി കടന്നു വരുന്നു. നമ്മുടെ വ്യക്തി ജീവിതത്തിൽ അത് വിടുതലും സൗഖ്യവും കൊണ്ടുവരുന്നു. അനേക പ്രശ്നങ്ങളിൽ നിന്നുള്ളതായ വിടുതലുകളെ, ആ പ്രത്യാശയെ നമ്മുടെ ജീവിതത്തിലേക്ക്, നമ്മുടെ ഭവനത്തിലേക്ക് കൊണ്ടുവരികയാണ്. കർത്താവ് ചെയ്തതായ അത്ഭുത പ്രവൃത്തികളെയും യേശു ക്രിസ്തു നിമിത്തമായി നമ്മുടെ കൺമുമ്പിൽ കാണുവാൻ ഇടയായതായ അനേക അത്ഭുതങ്ങളും അടയാളങ്ങളും നമ്മുടെ ജീവിതത്തിൽ അത് ഘോഷണ രൂപത്തിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ എത്ര മനോഹരമായി അതിൻ്റെ എല്ലാം പിന്നിൽ ഒരു ശക്തി നമ്മുടെ ഹൃദയങ്ങളിൽ വ്യാപരിച്ചുകൊണ്ട് നമ്മുടെ ജീവിത മണ്ഡലങ്ങളിൽ, നമ്മുടെ കുടുംബ മണ്ഡലങ്ങളിൽ, കുഞ്ഞുങ്ങളുടെ മണ്ഡലങ്ങളിൽ അവിടെയൊക്കെയും ഇറങ്ങി വന്ന് നാം ദൈവത്തിനുള്ളവർക്ക് ഉള്ളവരായി ദൈവത്തിന്റെ രാജ്യം നമ്മെ അംഗീകരിക്കുകയാണ്. ദൈവത്തിന്റെ ശക്തി, ദൈവത്തിന്റെ പ്രസാദം നമ്മളെ തേടി വരുന്നു. അങ്ങനെ ദൈവപ്രസാദമുള്ള മനുഷ്യരായി, ദൈവത്തിന്റെ നാമത്തെ ഘോഷിക്കുന്ന ജനമായി, അവന് ഇഷ്ടപ്പെടുന്നതായ ഭക്തന്മാരായി തീരുവാൻ ഈ ഭൂമിയിൽ ദൈവം നിനക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.